ഹലോ ഹൈ, ദിസ് ഇസ് മീ സാത്താൻ. ബിഗ് ബോസ് സീസൺ 6ഉം ബിഗ് ബോസ് സീസൺ 5ഉം കൂടെ ഒരേ ടൈമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സീസൺ 6ലെ കണ്ടസ്റ്റൻസ് എല്ലാം ഹൗസിനകത്ത് കിടന്ന് അടി ഉണ്ടാക്കുമ്പോൾ സീസൺ 5ലെ കണ്ടസ്റ്റൻസ് ഹൗസിന് വെളിയിൽ കിടന്ന് ഇപ്പോഴും അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അറിയാലോ നമ്മുടെ അഖിലേട്ടൻ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അഖിലേട്ടൻ വന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ റീസൺ എന്താണ്? കാര്യം സിബിൻ ചേട്ടനെ പോലെ ഇനി നാളെ ഒരു മത്സരാർത്ഥിക്കും ഇതുപോലെ മാനസിക രോഗി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് മുദ്ര കുത്തിക്കൊണ്ട് ഒരാളെയും ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു ചീപ്പ് നിലവാരമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും അയാളോട് കാണിക്കാൻ പാടില്ല. പിന്നെ ലേഡീസിൻ്റെ അടുത്ത് ഒരിക്കലും കൂടെ കിടക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കലും ഒരു കണ്ടസ്റ്റൻറ്റിനെ അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ ഒരു ദുരവസ്ഥ ഒരു ലേഡീസിനും ഉണ്ടാവരുത് എന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അഖിലേട്ടൻ ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിനെതിരെ എല്ലാം എതിർത്തുകൊണ്ട് നമ്മുടെ റിനോഷേട്ടൻ, നാദിർ, അങ്ങനെ മുമ്പത്തെ കുറേ കണ്ടസ്റ്റൻസ് ഇവരെല്ലാം അഖിലേട്ടനെതിരെ തിരിഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടു. അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിനോഷേട്ടനൊക്കെ എന്തിനാണ് ഇത് പറയുന്നതെന്നുള്ളത്. ഓക്കെ, ഇപ്പം അഖിലേട്ടൻ പറയുന്ന കാര്യങ്ങൾ വളരെ 100% സത്യമുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇപ്പോൾ രംഗത്തേക്ക് വരുന്നുണ്ട്. അതിൽ ഒരു ലേഡി വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ അഖിലേട്ടൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഒക്കെ തന്നെ റീഷെയർ അഖിലേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം മറ്റൊരു ലേഡി കൂടി ഒരു ലൈവ് വന്നിട്ട് ഒരു 20-23 മിനിറ്റോളം ഉള്ള ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് റീഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ ഒരു പബ്ലിസിറ്റി കിട്ടാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് പ്ലീസ് റിമൂവ് ദ വീഡിയോ എന്ന് പറഞ്ഞു. നമ്മൾ ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കി നമ്മൾ ആ ഒരു വീഡിയോ മാറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരിയുടെ വിഷ്വൽസ് കാര്യങ്ങളൊന്നും ഇവിടെ ഞാൻ വെക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി അതിനുശേഷം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യം പുള്ളിക്കാരിയുടെ വീഡിയോ കുറേ ആളുകൾ ഇതുപോലെ റീഷെയർ ചെയ്യുന്നത് കാരണം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഡു നോട്ട് റീഷെയർ മൈ ഇൻസ്റ്റഗ്രാം ലൈവ് ഓൺ എനി യൂട്യൂബ് ഓർ ഫേസ്ബുക്ക് ചാനൽസ്. ഐ ഹാവൻ ഗിവൺ പെർമിഷൻ ടു എനിവൻ. പറഞ്ഞ കാര്യം വളച്ചൊടിച്ച് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വേറെ വീഡിയോസ് കണ്ടുപിടിച്ച് പോസ്റ്റ് ചെയ്യുക. എന്നെ വെറുതെ വിട്ടേക്കുക. പ്ലീസ് മേക്ക് യുവർ ഓൺ കണ്ടന്റ് ആൻഡ് പോസ്റ്റ് വേറെവർ യു വാണ്ട്. ഡു നോട്ട് ഇൻക്ലൂഡ് മൈ പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ്. ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ ഗെയിനിങ് സച്ച് പബ്ലിസിറ്റി ഫ്രം ദിസ് ടോപ്പിക്. ഇതാണ് പുള്ളിക്കാരിയുടെ ആ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇവിടെ വെക്കുന്നില്ല. പക്ഷേ ഈ ഒരു കേസ് നമ്മൾ സംസാരിച്ചേ മതിയാവുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇത്രത്തോളം പബ്ലിക്കായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റിലൂടെയാണ് ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഇത് ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഞാൻ ചേച്ചി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ ഒരിക്കലും ഈ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ചെയ്തതെന്നുള്ളത്. അതിൻ്റെ ഒപ്പം വേറൊരു കാര്യം കൂടെ പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട്. ഇൻ്റർവ്യൂസ് കൊടുക്കാൻ വേണ്ടി ഞാൻ അവാർഡൊന്നും ജയിച്ച് വന്നിട്ടില്ല, അതുകൊണ്ട് അത് ചോദിച്ചും ഇങ്ങോട്ട് ആരും വരാതെ ഇരിക്കുക. കൈൻഡ്ലി ഡോണ്ട് ഡു എനിത്തിങ് ടു മിസ്ഇൻറ്ററപ്റ്റ് വാട്ട് ഐ ഹാവ് റിവീൽഡ്. വ്യൂസ് ആൻഡ് പബ്ലിസിറ്റിക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ 10K ഫോളോവേഴ്സ് പോലും ഇല്ലാത്ത ഈ അക്കൗണ്ടിൽ ഞാൻ ലൈവ് പോകില്ലായിരുന്നു. I could have easily posted a video on my main account. I could have even collaborated the live video with my main account while posting. അതുപോലും ഞാൻ ചെയ്തിട്ട് ഇല്ല. സോ സ്റ്റോപ്പ് മേക്കിംഗ് ദിസ് ആൾ അബൌട്ട് വ്യൂസ്, ലൈക്ക്, ഷെയർസ് ആൻഡ് ടേക്ക് ദ ഇഷ്യൂ സീരിയസ്ലി. ഓക്കെ, ആ ഒരു ഇഷ്യൂ സീരിയസ്ലി എടുത്തതുകൊണ്ടായിരിക്കും പല ഓൺലൈൻ മീഡിയാസ് ഇപ്പോൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ അടുത്താണെങ്കിലും പറയാനുള്ളത്, ഇപ്പോൾ ഓൺലൈൻ മീഡിയാസ് ഇൻ്റർവ്യൂസ് എടുക്കുന്ന ഒരു രീതി അറിയാമല്ലോ. നമ്മുടെ മുറ്റത്ത് നിന്ന് നമ്മളൊന്ന് ആഞ്ഞ് തുമ്മിക്കഴിഞ്ഞാൽ 4 പേരത് ശ്രദ്ധിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ പോയി ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ഓൺലൈൻ മീഡിയാസിനുള്ളത്. വാട്ട് എവർ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആരെ ദ്രോഹിക്കുന്നോ അല്ലെങ്കിൽ ആരെ കൊല്ലുന്നോ മോഷ്ടിക്കുന്നതും കാര്യങ്ങളില്ല. സോ അതുകൊണ്ട് അവർക്ക് ജീവിതമാർഗം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിൽ ഒരു തെറ്റും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ, കാര്യം ഇവിടെ നല്ല പിള്ളയായിട്ടുള്ള ആൾക്കാരും ഇല്ല, നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ പോലും അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പം എന്തായാലും ഈ ചേച്ചി പറഞ്ഞത് പ്രകാരം ഞാനാണെങ്കിൽ ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊന്നും ഇവിടെ വെക്കുന്നില്ല. ഈവൻ തംബ്നെയിലിൽ പോലും ഞാൻ ഫോട്ടോസ് കാര്യങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങളിൽ പലരും ആ ഒരു വീഡിയോസ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ ചെക്ക് ചെയ്യാം. അപ്പോൾ പുള്ളിക്കാരി ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളതിൽ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഓൾറെഡി അഖിലേട്ടൻ പറഞ്ഞ കാര്യങ്ങളെ എന്താ പറയുക, അതുമായിട്ട് സിമിലാരിറ്റീസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതിലേക്ക് വരുന്നതിന് മുന്നേ അവിടെ ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതിന് മുമ്പ് ചേച്ചിയെ ഓഡിഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് പോകാൻ താല്പര്യമില്ലായിരുന്നു. ആൻഡ് കഴിഞ്ഞ സീസണിൽ സീസൺ 5 വൈൽഡ് കാർഡായിട്ട് ഈ ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് അന്നും പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം ഈ ഒരു സീസണിലേക്ക് പുള്ളിക്കാരിക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നു. കാര്യം ഫാമിലി ആയിട്ട് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സീസണിലേക്ക് ചേച്ചിക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് ഓഡീഷന് വന്ന സമയത്തേക്കിനും ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചേച്ചി പങ്കുവെക്കുന്നുണ്ട്. അപ്പം ഓഡീഷന് വന്നതിന് ശേഷം അവിടെയുള്ള ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഒരാൾ, സെലക്ഷൻ്റെ ആ ഒരു ടീമിലിരിക്കുന്ന ഒരാൾ, പിന്നെ ഈ ക്രൂവിലുള്ള ഏതോ ഒരു വ്യക്തി, ഇവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചേച്ചിക്ക് മെസ്സേജസ് കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ മോശമായിട്ടുള്ള രീതിയിൽ, മീൻസ് ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോട്, ആ ഒരു ഇൻറ്റൻഷനോട് കൂടി അയക്കുന്ന ഒരു കാര്യം. അപ്പം ചേച്ചി തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിലൊരു ചാറ്റാണ് ഐ എം ഇൻ മുംബൈ ഡിയർ, വേർ ആർ യു, നീ എവിടെയാ, ബി ഫിനാലെ ഓൺ 2nd, എനി പ്ലാൻസ് ടു കം ടു മുംബൈ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അടുത്ത താഴെ ഇട്ടേക്കുന്നത്,
ഹി ആൾവേസ് വാണ്ടഡ് ടു ഷോ ഹി ഈസ് ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ദ ഹോസ്റ്റ്. അതായത് ലാലേട്ടൻ്റെ ഒപ്പമുള്ള ഫോട്ടോ അയച്ചു കൊടുത്തിട്ടതിന് ശേഷമാണ് ഈ പറയുന്നത് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഹലോ ഡാർലിംഗ്, വാട്സ്ആപ്പ്, ലോങ് ടൈം, വൈ നോ മെസ്സേജസ് കോൾസ്, ഗെസ് യു മൈറ്റ് ബി ബിസി വിത്ത് യുവർ വർക്ക്, ഹോപ്പ് ആൾ ഫൈൻ വിത്ത് യു, ഗുഡ് ടേക്ക് കെയർ ഡിയറസ്റ്റ്, ഗുഡ് നൈറ്റ്. പിന്നെ ചേച്ചി ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്, ദിസ് കോൺവെർസേഷൻ വാസ് ബിഫോർ ദ കറണ്ട് സീസൺസ് ഓഡിഷൻ, സോ there was absolutely no reason to text him on daily basis എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ഫുള്ള് ഈ പറയുന്ന ഈ അയക്കുന്ന മെസ്സേജ് അയക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ലവ് ചിഹ്നങ്ങളൊക്കെ ഇട്ട് കുറേ പഞ്ചാര അടിക്കുന്ന പോലത്തെ കുറേ പരിപാടികൾ, അതും ലേറ്റ് നൈറ്റ് കോൾസ്, അതിനൊക്കെയാണ് പുള്ളിക്കാർ ശ്രമിക്കുന്നത്. ആൻഡ് നേരെ ഡയറക്റ്റ് കോൾസ് അല്ല ചെയ്യുന്നത്, വാട്സപ്പ് വഴിയാണ് കോൾ ചെയ്യുന്നത്. അതാകുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ള കാരണത്താൽ. ഓക്കെ, അപ്പം ഈ രീതിയിലൊക്കെയാണ് ഈ ഒരു ക്രൂവിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പരിപാടികൾ. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അന്ന് ആ ഒരു ഇൻ്റർവ്യൂ സെക്ഷനിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ചേച്ചി പറയുന്നുണ്ട്. ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുള്ളത്, അതിലേക്കാണ് ഞാൻ ആ ഒരു വിഷ്വൽസ് മാത്രമാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. വീഡിയോ വെക്കുന്നില്ല, ഓഡിയോ മാത്രം ഞാൻ വെക്കുന്നുള്ളൂ. എങ്ങനെയോ ചീറ്റിങ്ങിൻ്റെ ഒരു ടോപ്പിക്ക് വന്നു. ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്നതും ഈ എക്സ്ട്രാ അഫെയർസ് ഒക്കെ ഉള്ള കാര്യങ്ങൾ ഒരു ടോപ്പിക്ക് ഞങ്ങൾ വന്നെത്തി. അപ്പം ഇത് എത്തിയ സമയത്ത് ഇപ്പം ഞാനെന്താ, എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ പൊതുവേ എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്സിൽ ഈ ഒരു ചീറ്റിംഗ് എന്നൊരു സംഭവം വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു, ഞാൻ പൊതുവേ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളെ മാത്രമല്ല, എനിക്ക് അറിയുന്ന ഒരാളാണെങ്കിലും ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും നിൽക്കത്തില്ല. ആരെങ്കിലും ഈ ചീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ചീറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ പാർട്ട്ണറിനെ അറിയിക്കുകയും ചെയ്യും, എൻ്റെ ഫ്രണ്ടിനോട് ഞാനത് ചെയ്യരുതെന്ന് പറയുകയും ചെയ്യും. അപ്പം ഇവർ പറഞ്ഞു, ഇവർ ഭയങ്കരമായിട്ട് ആ ടോപ്പിക്കിൽ എന്തിനാ ഇവർ ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതവിടെ പറഞ്ഞ് തീരേണ്ട ഒരു സംഭവമായിരുന്നു. ഞാൻ എത്ര സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഷോ ക്യാപ്റ്റാണോ എന്ന് നോക്കുന്നതിന് പകരം ഇവരെല്ലാവരും കൂടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ബാക്കി കാര്യങ്ങളിൽ കിടന്ന് ഇവർ തൂങ്ങാൻ തുടങ്ങി. ഇവരെല്ലാവരും എന്നെ നേരെ തിരിഞ്ഞു. അതിൽ മെയിനായിട്ട് 4 പേരാണ്. ഇവർ തിരിഞ്ഞിട്ട് ഒരു സ്ത്രീ അവിടെ ഉണ്ടായും, ഇതുപോലൊരു വാഴ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. അവരവിടെ എന്തിനാ ഇരിക്കുന്നതെന്ന് അവർക്ക് പോലും വലിയ പിടിയൊന്നും ഇല്ല. അവർ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ ഇവരെല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ സ്ത്രീ ഒരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അവിടെ. സോ ഇവൻ എന്നോട് പറഞ്ഞത്, തനിക്ക് ഇങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിനോട് തനിക്ക് താല്പര്യമില്ലെങ്കിൽ തന്നെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ തനിക്ക് നോ പറഞ്ഞാൽ പോരെ, താൻ എന്തിനാണ് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല, എൻ്റെ കൺമുമ്പിൽ നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കും എന്ന് പറഞ്ഞു. അല്ല, അത് തനിക്ക് അറിയാൻ പറ്റത്തില്ല, ഒരാൾ ഒരു മാരേജിൽ ചീറ്റ് ചെയ്യുന്നതിന് അവർക്ക് അതിൻ്റേതായിട്ടുള്ള റീസൺസ് കാണും, അല്ലെങ്കിൽ ചിലപ്പം രണ്ടും ഭർത്താവും ഭാര്യയും ഒരുമിച്ചായിരിക്കും മറ്റുള്ളവരുടെ കൂടെ കിടക്കുന്നത്. അപ്പം തനിക്ക് കിടക്കണ്ടെങ്കിൽ താൻ കിടക്കാതിരുന്നാൽ പോരെ, എന്തൊക്കെയോ കാര്യം. ഓക്കെ, അപ്പോൾ ഒരു ഓഡിഷന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങളുടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ആവശ്യം ഈ ഒരു ഷോയിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓൾറെഡി ഇതുപോലെ വൾഗറായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണോ? ഓക്കെ, അപ്പോൾ ഇവരുടെ എന്തോ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നെങ്കിൽ ഇവരുടെ പേഴ്സൺ, ഈ ഓഡിഷൻ ഇരിക്കുന്ന ആളുകളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വരുന്ന ഓരോ മത്സരാർത്ഥിയും അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഒരു പക്ഷേ ഇങ്ങനെ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാവും. ഓക്കെ, ഈ സാധനം ചോദിക്കാൻ ഒരു പ്ലാനിങ് ഉണ്ടാവും. അത് എന്തിനാണ്, അതല്ലെങ്കിൽ ഈ ഒരു ഷോയുടെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അവർക്ക് ഓഡിയൻസിലേക്ക് കൊടുക്കാൻ പറ്റുക, എന്ത് കൊടുത്താലാണ് ഓഡിയൻസ് കൂടുതൽ എൻഗേജിങ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു ഒരു പക്ഷേ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കാം. ഇനി ബാക്കി ഭാഗങ്ങളൂടെ നമുക്കൊന്ന് കേൾക്കാം. ബട്ട് സ്റ്റിൽ മാത്രമല്ല, താൻ ബാക്കിയുള്ളവരുടെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചെയ്തൊരു ചോയ്സ് അല്ല, മറ്റൊരാൾക്ക് വേറൊരാളുടെ കൂടെ പോയി കിടക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ. എൻ്റെ ഒരു ബിഗ് ബോസ് ഇൻ്റർവ്യൂവിൽ അവിടെ ആകെ സംസാരിച്ചുകൊണ്ടിരുന്നത് കിടത്തവും ഇരുത്തവും ഒക്കെ മാത്രമായിരുന്നു. ഈ പറയുന്ന കാര്യം പ്രൂഫ് എന്ന് എൻ്റെ കൈ കാണിക്കുകയല്ല, പക്ഷേ ഇത് ആ ഓഫീസിലുള്ള ഒരു അവർ എല്ലാ ഇൻ്റർവ്യൂവും റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ സാധനം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ ഭയങ്കര ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. അപ്പം എൻ്റെ ഇൻ്റർവ്യൂവിന് മുന്നേ ഒരു 2 മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ കുട്ടി ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നോ അല്ലായിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ കുട്ടി ഇപ്പോൾ ഈ ഷോയിനകത്തുണ്ട്. ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് ഷോയ്ക്കകത്തുണ്ട്. സോ ആ പേര് ഞാനിവിടെ പറയുന്നില്ല. ആ കുട്ടി ആരാണെന്ന് മേ ബി അങ്ങനെ അല്ലായിരിക്കും ആ കുട്ടിക്ക് കിട്ടിയത്. കുറച്ച് ക്യൂട്ട്നെസ് കൂടുതലായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ചിരിച്ചും കളിച്ചൊക്കെ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും അയാൾക്കത് കിട്ടിയത്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. സോ ലെറ്റ് ഇറ്റ് ബി. ഈ ഒരു പോർഷൻ നിങ്ങൾ കേട്ടല്ല, ക്യൂട്ട്നെസ് അധികമായിട്ട് വാരി എറിഞ്ഞ ആ ഒരാൾ അതാരാണ് ഏറ്റവും കൂടുതൽ ചിരിച്ച് കളിച്ച് നിന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു ഓഡിഷൻ സെലക്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ബിഗ് ബോസ് സീസൺ 6 നോക്കുമ്പോഴത്തേക്കിന് ഡേ 1 തൊട്ട് ക്യൂട്ട്നെസ് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? 1 ജാസ്മിൻ, 2 നോറ, 3 നമ്മുടെ ശ്രീതു ചേച്ചി. അപ്പം ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളതല്ല, ഒരു പക്ഷേ ഇങ്ങനെയാവാം.
ഓക്കെ, ഇങ്ങനെ ആവാം എന്നുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാര്യം ഇത് ഒരു ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നുന്ന സാമാന്യം തോന്നുന്ന ചില ചിന്തകൾ മാത്രമാണ് ഇനി നിങ്ങളെടുത്ത് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം, ഫസ്റ്റ് ഓഡിഷന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് മുമ്പ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ കുറിച്ച്, അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതത്തെ കുറിച്ചിട്ടാണ് കാര്യങ്ങൾ ചോദിച്ചത്, അല്ലെങ്കിൽ ഒരു കുൽസിതം. അതിലും പച്ചയ്ക്കുള്ള വേറൊരു വാക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ കുൽസിതങ്ങളാണ് ഈ പറയുന്ന ഓഡിഷന് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പം ഇത്തരം കോണ്ടന്റ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ എൻഗേജിങ് ആയിട്ടിരിക്കും, ഇവരെന്താ ഈ കാണിക്കാൻ പോകുന്നത്. കാര്യം നമുക്ക് ഓൾറെഡി അറിയാം, ഈ ഹൗസിലുള്ള ജാസ്മിന് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, നിശ്ചയം ഉറപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു സാധനം ഗബ്രിയെ കൊണ്ടും ജാസ്മിനെ കൊണ്ടും ഇങ്ങനൊരു ലവ് ട്രാക്ക് അല്ലെങ്കിൽ ഈ ഒരു കോംബോ ഈ ഹൗസിലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ക്രൂവിലുള്ള ക്രിയേറ്റേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇത്. അല്ലെങ്കിൽ മുമ്പേ പ്രിപ്പയർഡ് ആയിട്ട് ഇവർക്ക് കൊടുത്തിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു ട്രാക്ക് പിടിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്. ആൻഡ് ഈ ഒരു ലേഡിയുടെ അടുത്ത് ഇപ്പം ഈ പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ കുറിച്ചിട്ട് ഈ ഒരു ചോദ്യങ്ങൾ ഇത്രയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലേഡിയുടെ അടുത്ത് മാത്രമായിരിക്കില്ലല്ലോ, ബാക്കിയുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളുടെ അടുത്തും ഒരു പക്ഷേ ചോദിച്ചിരിക്കാം. ഓക്കെ, അപ്പം നമ്മളൊരു ആസ് എ പ്രേക്ഷകൻ നോക്കുമ്പോഴത്തേക്കും ഇപ്പം അവിടെ ഈ ഒരു ഓഡിഷന് ചോദിച്ച ഈ ചോദ്യങ്ങൾ വെച്ച് റിലേറ്റ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പം ഇപ്പം ആ രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന എന്താണ്? ജബ്രി കോംബോ. കാര്യം ഓൾറെഡി ജാസ്മിന് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നു. ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് പൊക്കോണ്ടിരിക്കുന്നത് എന്താണ്? ജബ്രി കോംബോയുടെ ഈ ഒരു കണ്ടന്റ് തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്, ലവ് ട്രാക്ക് തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഇവർ കൊടുത്തിട്ടുള്ള ഒരു പ്രിപ്പയർഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഇവർക്ക് ആദ്യമേ ഹൗസിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആണോ ഇവർക്ക് ഈ രീതിയിൽ നിങ്ങൾ കണ്ടന്റ് പോയാൽ മതി എന്നുള്ളത്? ഓക്കെ, ഇതെൻ്റെ ഒരു സംശയം മാത്രമാണ്. ഓക്കെ, ഇനി ഇതിന് ശേഷം അഖിലേട്ടനെതിരെ ഇത്രത്തോളം ആളുകൾ നെഗറ്റീവ് പറഞ്ഞ ഹൗസിലുള്ള ആളുകൾ തന്നെ വരുമ്പോഴത്തേക്കിന്, ഒപ്പം ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് തന്നെ വരുമ്പോഴത്തേക്കിന് അഖിലേട്ടനായിട്ട് ഒരു സ്റ്റോറി കൂടിയുണ്ട്. എന്തുകൊണ്ടായിരിക്കും BB5 ചില മഹതികളും മഹാന്മാരും ആരോപണ വിധേയരെ സൂചിപ്പിക്കാൻ നടക്കുന്നത്? ഇന്നലകളിൽ നേട്ടം കിട്ടിയതുകൊണ്ടോ ഇനി കൊടുക്കാമെന്ന ഓഫർ കിട്ടിയത് കൊണ്ടോ? 1. ഏഷ്യാനെറ്റ് അന്വേഷണം ഏർപ്പെടുത്തിയാൽ കുടുങ്ങുമെന്ന ഭയം, ഒരു പക്ഷേ അതായിരിക്കാം. 2. എന്നെക്കുറിച്ച് കേൾക്കാൻ നല്ലത് പറയുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, അതും ഉണ്ട്. 3. ലൈം ലൈറ്റിൽ നിൽക്കാനുള്ള വെപ്രാളം. അടുത്തൊരു സ്റ്റോറി കിട്ടിയിട്ടുണ്ട്. നന്നായി മത്സരിച്ചു എന്ന് പ്രേക്ഷകർ പറയുന്ന ഒരു മത്സരാർത്ഥിക്കും സ്വന്തം കഴിവിലാണ് അവിടെ എത്തിയത് എന്ന് വിശ്വസിക്കുന്ന ഒരു മത്സരാർത്ഥിക്കും ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോൾ ഒന്നും തോന്നില്ല, സത്യം. മറിച്ച് എൻ്റെ തലയിലെ പൂട പുറത്തു വരുമോ എന്ന ചിന്ത ഉള്ളവർക്ക് ഭയം തോന്നാം. ഇവർ അല്ലെങ്കിൽ ഇവൻ എങ്ങനെ ബിഗ് ബോസിൽ കയറി അത് എന്ന് ഇന്നലകളിൽ പ്രേക്ഷകർക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ആ സംശയത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പല ആളുകളും ഇതുപോലെ ഒപ്പം ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് തന്നെ അഖിലേട്ടനെതിരെ സംസാരിച്ച് വരുമ്പോൾ അവർക്കുള്ള മറുപടി കൂടിയാണ് അഖിലേട്ടൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ബിഗ് ബോസ് ഹൗസിലുള്ള ഈ പുറത്ത് ഇത്രയും വിവാദ കാര്യങ്ങളൊക്കെ ഇത്ര ഉണ്ടായിട്ട് ഇതുപോലെ പല ലേഡീസും മുന്നോട്ട് വന്ന് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഒരു എക്സ്പ്ലനേഷൻ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവേണ്ടതാണ്. അല്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കേണ്ടതാണ്. ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ തേച്ച് മാച്ച് കളയാമെന്നുള്ളൊരു വിചാരമുണ്ട്. അങ്ങനെ തന്നെ പോകാനായിരിക്കും പ്ലാൻ. ഒരു പക്ഷേ അങ്ങനെ നിങ്ങൾ പോയി ഒരു പക്ഷേ സക്സസ് ആവാം, ഇല്ലെങ്കിൽ ജനങ്ങൾ ഈ പരിപാടിയെ വലിച്ചു കീറി ഒട്ടിക്കും. സീരിയസ്ലി ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ ബെറ്റർ ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ പറഞ്ഞിട്ടുള്ള 2 വ്യക്തികളുടെ പേര് പറഞ്ഞിട്ടുള്ള ഒരു എമ്മും ഒരു പിയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളത് പുറത്തേക്ക് കാണിക്കുക, അല്ലെങ്കിൽ ഇവരെ ഈ ഒരു ഷോയിൽ നിന്ന് പറഞ്ഞു വിടുക. ഓക്കെ, എന്തായാലും ഇനി വരുന്ന മത്സരാർത്ഥികൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അഖിലേട്ടൻ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചത്. ആൻഡ് ഇത് കുറച്ച് ബുദ്ധിയും വിവരമുള്ള ആളുകൾക്ക് മനസ്സിലാവും.